ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ICDS സൂപ്പർവൈസർ 10th ലെവലുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ മുൻകാല ചോദ്യങ്ങൾ, അതിന് മുമ്പ് നേരത്തെ കഴിഞ്ഞിട്ടുള്ള പരീക്ഷകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് നമ്മൾ PQ ചെയ്യുന്നത്. അതിൻ്റെ ഇപ്പോൾ പാർട്ട് 5 ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കുക. നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കുക, ഇത് നമ്മളെപ്പോഴും ചെയ്യുന്ന അതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. 311/2019 എന്ന് പറയുന്ന ക്വസ്റ്റ്യനാണ്. 2021 പരീക്ഷ കഴിഞ്ഞു. ഓക്കെ, ചോദ്യം ഇതാണ് അതിൽ വന്നിട്ടുള്ളത്. 1834 തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ആരാ? പരീക്ഷയിലുണ്ടായിരുന്നു, ആ ചോദ്യം ഉണ്ടായിരുന്നാണ്. ഓക്കെ, അപ്പോൾ വർഷം 1834 തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? ഓക്കെ, ഇനി ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ മാർത്താണ്ഡവർമ്മ, ആയില്യം തിരുനാൾ, സ്വാതി തിരുനാൾ, ചിത്തിര തിരുനാൾ. ഓക്കെ, ഇതുവരെയിൽ ആരാണ് 1834 തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ച തിരുവിതാംകൂർ മഹാരാജാവ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഉത്തരം അറിയുമെങ്കിൽ നിങ്ങളൊന്ന് ഉത്തരം കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, ഉത്തരം അറിയുമെങ്കിൽ ആരാണ് ഇതിന് ഉത്തരം എന്നുള്ളത്, അല്ലെങ്കിൽ ഇതിന് ഉത്തരം എന്താണെന്നുള്ളത്, ആരാണ്, ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് തിരുവിതാംകൂറിൻ്റെ ചരിത്രം നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ സിലബസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, കേരള ചരിത്രത്തിനകത്ത് യൂറോപ്യന്മാരുടെ ആഗമനം, അതുപോലെ തന്നെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം, പിന്നെ കേരളത്തിലെ ദേശീയ പ്രക്ഷോഭങ്ങൾ, അങ്ങനെ പോകുന്നുണ്ട് കേരള ചരിത്രം അല്ലേ. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മുടെ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട് ആ പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളൊരു ചോദ്യമാണ് ഈ കടക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉത്തരം എഴുതാൻ പറ്റൂ. ഇതിന് ചില എളുപ്പ വഴികളൊക്കെ ഉണ്ട്. ഇത്തരത്തിൽ 1834 ഉള്ള ചോദ്യം ചോദിക്കുമ്പോൾ അത് ആരായിരുന്നു, മാർത്താണ്ഡവർമ്മയാണ്, ആയില്യം തിരുനാളാണെന്നൊക്കെ നമുക്ക് സംശയം വരും. അതെങ്ങനെയൊക്കെയാണ് എന്നുള്ള ഒരുപാട് ട്രിക്കുകളുണ്ട്. നമുക്ക് കോഡുകളൊക്കെ വെച്ച് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, നമ്മൾ ഉത്തരത്തിലേക്ക് ഇനി കടക്കാം. ആ ഉത്തരത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാളാണ്. ഈ സ്വാതി തിരുനാളിലേക്ക് എത്തണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ പഠിച്ച് ജയിച്ചിരിക്കണം, അതല്ലെങ്കിൽ ഇവരുടെ കാലഘട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഏത് മുതൽ, ഇത് ഇന്ന വർഷം മുതൽ ഇന്ന വർഷം വരെയായിരുന്നു ഇദ്ദേഹം ഭരിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇന്ന വർഷം മുതൽ ഇന്ന വർഷം വരെയായിരുന്നു ഇദ്ദേഹം ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കാലഘട്ടം കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തായിരിക്കുമല്ലോ ഇവർ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നോക്കൂ, 1834 എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്ന തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? അത് സ്വാതി തിരുനാളാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഇത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ മാർത്താണ്ഡവർമ്മ മുതൽ ഇങ്ങനെ പഠിച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കുറവ് തിരുവിതാംകൂർ ഭരിച്ച രാജാവ് ആരാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് ആരാണ് അല്ലേ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ വന്നിട്ടുള്ളത് സ്വാതി തിരുനാളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ അത് നമുക്ക് എന്താണ്, സ്വാതി തിരുനാളുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആ ഫാക്റ്റുകൾ നോക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ പെയ്ഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം മുതൽ തന്നെ പഠിച്ചു തുടങ്ങാനായിട്ട് സാധിക്കും. ഡെയിലി ലൈവ് ക്ലാസ്സുകളുണ്ട്. ലൈവ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് എടുക്കുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ആയിട്ട് വേറെയും തരുന്നുണ്ട്. ലൈവിൻ്റെ റെക്കോർഡല്ല, വേറെയും തരുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഒരു മെൻറ്റർ സപ്പോർട്ടോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സാണ് നമ്മളിപ്പോൾ ICDS സൂപ്പർവൈസർ 10th ലെവലിന് വേണ്ടിയിട്ടുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ചുവടെ കാണുന്ന 9747886626 എന്ന് പറയുന്ന പേജ് 3 അക്കാദമിയുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് ഇന്ന് തന്നെ ഈ വീഡിയോ കണ്ട് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ വിളിക്കുക. നിങ്ങൾക്ക് രാത്രിയാണെങ്കിലും എന്താണ് 6 മണി 7 മണി സമയത്താണെങ്കിലും 8 മണി സമയത്താണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിളിക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ ഇന്ന് കാണുന്നത്, അത് കണ്ടു കഴിഞ്ഞത് നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വിളിക്കുക, അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുക, പഠിച്ചു തുടങ്ങുക. ഏതാണ്, വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് യോഗ്യതയാണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതുപോലെ തന്നെ 10 വർഷത്തിന് മുകളിൽ എന്താണ് അംഗനവാടി ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് അപേക്ഷിക്കുക. സെപ്റ്റംബർ 4-ാം തീയതി വരെയാണ് ഇത് അപേക്ഷിക്കാനുള്ള തീയതി എന്ന് പറയുന്നത്. അതിനുള്ളിൽ തന്നെ അപേക്ഷിക്കുക, പഠിച്ചു തുടങ്ങുക. ഓക്കെ, 37,000 മുതൽ സാലറി നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ നല്ല സാലറി ഉള്ളൊരു ജോലിയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ അത്രയും ഗൗരവത്തോടെ എടുത്തുകൊണ്ട് നമ്മുടെ സമയം കൃത്യമായിട്ട് വിനിയോഗിച്ചുകൊണ്ട് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുക, കൃത്യമായിട്ട് പഠിക്കുക. പേജ് 3 അക്കാദമിയിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ നമ്മൾ യൂട്യൂബിൽ ക്ലാസ് തരും. അതിൽ നിങ്ങൾക്ക് സപ്പോർട്ട്
സപ്പോർട്ട് തരും. ഒപ്പം തന്നെ നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും എന്ത് ചെയ്യുന്നു, നമ്മൾ പരീക്ഷ വരെ മെൻറ്റർ സപ്പോർട്ടോട് കൂടിയിട്ടായിരിക്കും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് സമയത്തും മെൻറ്ററുമായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സംശയങ്ങൾ ചോദിക്കാനായിട്ടും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കാനായിട്ട്, പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കാനായിട്ടും സാധിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കംപ്ലീറ്റ് ആയിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന കോഴ്സ് നമ്മൾ ആരംഭിച്ചിട്ട് 2-3 ദിവസമേ ആയിട്ടുള്ളൂ. സോ ആദ്യം മുതൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലും നമ്മൾ ഇത്തരത്തിലുള്ള യൂട്യൂബിൽ പക്ഷേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് യൂട്യൂബിലൊക്കെ ക്ലാസ്സുകൾ തരാൻ പറ്റില്ല. കാരണം നമ്മൾ എവിടേക്കും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മെയിൻ ബാച്ചിൽ നമ്മുടെ പെയ്ഡ് സ്റ്റുഡൻസിനാണ് കൂടുതൽ ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുക. അപ്പോൾ ആ ഒരു ടൈമിനിടയിലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യാനുള്ള ടൈമും കണ്ടെത്തുന്നത്. സോ ഇതിൽ നമുക്ക് സ്വാതി തിരുനാളുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞു 1834 തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ എന്ന് പറഞ്ഞു അല്ലേ, തിരുവിതാംകൂർ മഹാരാജാവാണ്. അതുപോലെ തന്നെ 1835 തിരുവിതാംകൂറിലെ ആദ്യത്തെ നിയമസംഹിത പ്രസിദ്ധീകരിച്ചതും ആര് തന്നെയാണ് സ്വാതി തിരുനാൾ തന്നെയാണ്. സ്വാതി തിരുനാളിൻ്റെ കാലത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ സ്വാതി തിരുനാളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് 1835 തിരുവിതാംകൂറിലെ ആദ്യ നിയമസംഹിത പ്രസിദ്ധീകരിച്ചതെന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ആദ്യത്തെ സെൻസസ് ആരംഭിച്ചതും ആര് തന്നെയാണ് സ്വാതി തിരുനാൾ തന്നെയാണ്. ഈ സെൻസസ് എന്ന് തന്നെയാണ് കേട്ടോ, സെൻസസ് തന്നെയാണ് ഈ കനേശുമാരി എന്നറിയപ്പെടുന്നത്. ഓക്കെ, കനേശുമാരി എന്നറിയപ്പെടുന്നത്. ഇനി അതെന്താണെന്ന് ആലോചിച്ചെന്ന് തലമുഴയേണ്ട. തിരുവിതാംകൂറിലെ ആദ്യത്തെ കനേശുമാരി അല്ലെങ്കിൽ സെൻസസ് ആരംഭിച്ചതാരാണ്? സ്വാതി തിരുനാളാണ്. 1836 അപ്പോൾ 1836 പറഞ്ഞു. 1834 തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾസ് ആരംഭിച്ചു അല്ലേ. 1834 തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ച തിരുവിതാംകൂർ മഹാരാജാവ് 1835 തിരുവിതാംകൂറിലെ ആദ്യത്തെ നിയമസംഹിത പ്രസിദ്ധീകരിക്കുന്നു. 1836 തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ് അഥവാ കനേശുമാരി ആരംഭിക്കുന്നു. പിന്നീട് 1837 തിരുവിതാംകൂറിൽ വാന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നു. 1837 തിരുവിതാംകൂറിൽ വാന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നു. അതേ ഓർഡർ പഠിച്ച് 1834 ഇംഗ്ലീഷ് സ്കൂൾ, 1834 ഇംഗ്ലീഷ് സ്കൂൾ, 1835 നിയമസംഹിത, തിരുവിതാംകൂറിലെ ആദ്യ നിയമസംഹിത 1835. പിന്നീട് 1836 കനേശുമാരി അഥവാ തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ് 1836. പിന്നീട് 1837 തിരുവിതാംകൂറിൽ വാന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നതെങ്കിൽ അതേ 1837 തിരുവിതാംകൂറിൽ റവന്യൂ സർവേയും ആരംഭിച്ചു. ഓക്കെ, അതും ആര് തന്നെയാണ്? സ്വാതി തിരുനാൾ തന്നെയാണ്. അപ്പോൾ 1837 വാന നിരീക്ഷണ കേന്ദ്രം തിരുവിതാംകൂറിൽ സ്ഥാപിച്ചതാര്? അത് സ്വാതി തിരുനാൾ. 1837 തിരുവിതാംകൂറിൽ റവന്യൂ സർവേ ആരംഭിച്ചതാര്? സ്വാതി തിരുനാൾ. പിന്നെയോ ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. ഓക്കെ, ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്ഥാപിച്ച തിരുവിതാംകൂർ മഹാരാജാവാര്? സ്വാതി തിരുനാൾ. ക്ലിയർ അല്ലേ? അടുത്ത നോക്കൂ, തിരുവിതാംകൂറിൻ്റെ ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കിയ രാജാവുമാര് തന്നെയാണ്? സ്വാതി തിരുനാൾ തന്നെയാണ്. 1839 അത് പുറത്തിറക്കിയിട്ടുള്ളത്. 1839 നമ്മൾ 1834 35 36 37 രണ്ട് കാര്യങ്ങളും 39 ഒരു കാര്യം കൂടി നമ്മൾ ഇവിടെ നോക്കുന്നു. ഏതാണ്? തിരുവിതാംകൂറിൻ്റെ ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ. തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ 1839 പുറത്തിറക്കിയ രാജാവാണ്, തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. നോക്കുക, പബ്ലിക് ലൈബ്രറി, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് വകുപ്പ്, ഗവൺമെൻറ് പ്രസ് എന്നിവ ആരംഭിച്ചു? സ്വാതി തിരുനാളിൻ്റെ കാലത്ത് അല്ലേ? സ്വാതി തിരുനാളിൻ്റെ കാലത്ത് ആരംഭിച്ചു, അല്ലെങ്കിൽ സ്വാതി തിരുനാൾ ആരംഭിച്ചു. പബ്ലിക് ലൈബ്രറി ആരംഭിച്ചത് എവിടെ? അതെ, തിരുവിതാംകൂറിലെ പബ്ലിക് ലൈബ്രറി ആരംഭിച്ചതാര്? എഞ്ചിനീയറിംഗ് വകുപ്പ് ആരംഭിച്ചതാര്? ഗവൺമെൻറ് പ്രസ് ആരംഭിച്ചതാര്? ഇതൊക്കെ ആരാണ്? ഉത്തരം നമുക്ക് സ്വാതി തിരുനാൾ പറയാൻ സാധിക്കുമെങ്കിൽ തലസ്ഥാന നഗരിയിൽ ധർമാശുപത്രി ആരംഭിച്ചതും ആര് തന്നെയാണ്? സ്വാതി തിരുനാളാണ്. തലസ്ഥാന നഗരിയിൽ ധർമാശുപത്രി ആരംഭിച്ചതും സ്വാതി തിരുനാളാണ്. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലയളവ് നോക്കുക, 1829 മുതൽ 1846 വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിനകത്ത് തന്നെയല്ലേ ഇദ്ദേഹം ഓരോ കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുള്ളതല്ലേ? 1834 ഇംഗ്ലീഷ് സ്കൂളിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ വരുമ്പോൾ 1829 മുതൽ 1846 വരെയുള്ള ഇദ്ദേഹത്തിൻ്റെ സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. നമ്മളത് തിരുവിതാംകൂർ പഠിപ്പിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഓരോ വ്യക്തികളെക്കുറിച്ചും പറയുമ്പോൾ അവരുടെ കാലഘട്ടം നിങ്ങളുടെ മനസ്സിലേക്ക് പതിയുന്ന രീതിയിൽ തന്നെ നമ്മൾ ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. നമ്മുടെ ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ നമ്മൾ സ്വാതി തിരുനാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറയുന്നുള്ളൂ. തലസ്ഥാന നഗരിയിൽ ധർമാശുപത്രി ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ ഭരണകാലയളവ് നോക്കുക. സ്വാതി തിരുനാൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ കാര്യം അവരുടെ ഭരണകാലയളവാണ്. അത് 1829
1829 മുതൽ 1846 വരെ, 1829 മുതൽ 1846 വരെയാണ്. അപ്പം ഇതിനകത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആരായിരിക്കും? അത് സ്വാതി തിരുനാളായിരിക്കും. അതുകൊണ്ടല്ലേ 1834 ഇംഗ്ലീഷ് സ്കൂളിൻ്റെ കാര്യവും 1835 കാര്യവും 1836 1837 1839 ഇപ്പോൾ കലണ്ടർ വരെ നമ്മൾ പറഞ്ഞത് സ്വാതി തിരുനാളുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, ഇനി നോക്കുക സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടം. അത് നോക്കുക, വളരെ പ്രധാനപ്പെട്ടാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ഓക്കെ, അപ്പോൾ സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടത്തെ, കാരണം ഇത്രയും കാര്യങ്ങൾ അവിടെ വരികയാണ് അല്ലേ, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അവിടെ ചെയ്യുന്നുണ്ട് തിരുവിതാംകൂറിൽ അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടം ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നു. ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ കാലഘട്ടമാണ്? അത് സ്വാതി തിരുനാൾ ഭരിച്ച കാലഘട്ടമാണ്. ഏത് വർഷം? 1829 മുതൽ 1846 വരെയുള്ള കാലഘട്ടം സ്വാതി തിരുനാൾ അവിടെ ഭരിക്കുന്നു, തിരുവിതാംകൂർ ഭരിക്കുന്നു. ആ കാലഘട്ടം എങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്? ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം. ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടിട്ടുണ്ട്. നോക്കുക, ഈ സ്വാതി തിരുനാളിൻ്റെ യഥാർത്ഥ പേര് രാമവർമ്മ എന്നായിരുന്നു. സ്വാതി തിരുനാളിൻ്റെ യഥാർത്ഥ പേരെന്താണ്? രാമവർമ്മ എന്നാണ് സ്വാതി തിരുനാളിൻ്റെ യഥാർത്ഥ പേര്. ഇദ്ദേഹത്തിൻ്റെ മറ്റു വിശേഷണങ്ങൾ അല്ലെങ്കിൽ അപരനാമങ്ങളാണ് ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്നു. ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? അത് സ്വാതി തിരുനാളാണ്. അതുപോലെ തന്നെ ദക്ഷിണഭോജൻ എന്നറിയപ്പെടുന്നു. ദക്ഷിണഭോജൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? സ്വാതി തിരുനാൾ തന്നെയാണ്. ഓക്കെ അല്ലേ? ഗർഭശ്രീമാൻ ദക്ഷിണഭോജൻ എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? സ്വാതി തിരുനാളാണ്. രാമവർമ്മ എന്നതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. നോക്കുക, കർണാടക സംഗീതത്തിലും അദ്ദേഹത്തിൻ്റെ മറ്റു കഴിവുകൾ നോക്കുക. കർണാടക സംഗീതത്തിലും വീണ വായനയിലും തൽപരനായിരുന്നു ആര്? സ്വാതി തിരുനാൾ. ഏതിലൊക്കെയാണ്? കർണാടക സംഗീതത്തിലും വീണ വായനയിലും തൽപരനായിരുന്നു അദ്ദേഹം. നോക്കുക, അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് സംഗീതജ്ഞരിൽ രാജാവ്. സംഗീതജ്ഞരിൽ രാജാവ് എന്നറിയപ്പെട്ടു എങ്കിൽ രാജാക്കന്മാരിൽ അദ്ദേഹം സംഗീതജ്ഞൻ. കണ്ടോ? നോക്കുക, സംഗീതജ്ഞരിൽ അദ്ദേഹം രാജാവെന്നും രാജാക്കന്മാരിൽ സംഗീതജ്ഞനെന്നും അറിയപ്പെട്ടിരുന്നത് ആരാണ്? അത് സ്വാതി തിരുനാളാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അല്ലേ. നോക്കുക, സംഗീതജ്ഞരില്ലേ, സംഗീതജ്ഞരിൽ അദ്ദേഹം രാജാവും രാജാക്കന്മാരിൽ സംഗീതജ്ഞനും എന്നറിയപ്പെട്ടിരുന്നു ആര്? സ്വാതി തിരുനാൾ. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? അടുത്ത് നോക്കൂ, പ്രമുഖ കവിയായിട്ടുള്ള ഇരയിമീൻ തമ്പിയുടെ ഒരു താരാട്ട് പാട്ടുണ്ട്. നമുക്കറിയാം, ഓമനത്തിങ്കൾ കിടാവോ അല്ലേ. ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ട് പാട്ട് ആരുടേതാണ്? അത് ഇരയിമ്മൻ തമ്പിയുടേതാണ്. ഒരു പോയിന്റ് ഇവിടുന്ന് പഠിച്ചില്ലേ? ഇരയിമ്മൻ തമ്പിയുടേതാണ് ഓമനത്തിങ്കൾ കിടാവോ എന്ന് പറയുന്ന താരാട്ട് പാട്ട്. ആ പാട്ട് ഇരയിമ്മൻ തമ്പി സ്വാതി തിരുനാളിന് വേണ്ടിയിട്ടാണ് രചിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇരയിമ്മൻ തമ്പി ഓമനത്തിങ്കൾ കിടാവോ എന്ന് പറയുന്ന താരാട്ട് പാട്ട് രചിച്ചിട്ടുള്ളത്? അത് സ്വാതി തിരുനാളിന് വേണ്ടിയിട്ടാണ്. ഓമനത്തിങ്കൾ അല്ലേ, വളരെ എന്താണ്, കേൾക്കാൻ നല്ല ഇമ്പമുള്ളല്ലേ അല്ലേ ഈ താരാട്ട് പാട്ടാണ്. ഏതെന്ന് പറയുന്നത്? ഓമനത്തിങ്കൾ കിടാവോ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ശുചീന്ദ്രം കൈമുക്ക എന്ന് പറയുന്ന ഒരു പ്രാകൃതമായിട്ടുള്ള ശിക്ഷാ നടപടി ഉണ്ടായിരുന്നു. ഓക്കെ, ആ നടപടി നിർത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി കൂടിയായിരുന്നു ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന സ്വാതി തിരുനാൾ. എന്താണ്? ശുചീന്ദ്രം കൈമുക്ക എന്ന് പറയുന്ന പ്രാകൃതമായ ശിക്ഷാ നടപടി തിരുവിതാംകൂറിൽ നിർത്തലാക്കിയ ഭരണാധികാരി കൂടിയാണ് സ്വാതി തിരുനാൾ. ഇദ്ദേഹത്തെക്കുറിച്ച് ഇത്രയല്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട്. സ്വാതി തിരുനാൾ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം സുവർണ കാലഘട്ടം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്, പറയാനുണ്ട്. അപ്പോൾ ഇപ്പം നിലവിൽ നമ്മൾ ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കുറച്ച് ഫാക്റ്റുകളാണ് നമ്മളിവിടെ പറഞ്ഞത്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വന്ന് നമ്മുടെ പെയ്ഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. എന്തുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പകർന്നു പറയുന്നത്? നമ്മൾ ആദ്യം മുതൽ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് വരാൻ, കാരണം നിങ്ങളൊക്കെ ഇപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരല്ല, നിങ്ങളൊക്കെ ജോലി ചെയ്യുന്നവരല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ട്രാക്കിലേക്ക് വരാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും അല്ലേ. ചിലപ്പോൾ ഒരു ആഴ്ച എടുക്കുമായിരിക്കും, ചിലപ്പോൾ 2 ആഴ്ചയായിരിക്കും. ആ ട്രാക്കിലേക്ക് വരാനുള്ളൊരു സമയം കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ തരുന്നത് അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റും. കാരണം നമ്മൾ കുറേയൊക്കെ മറന്നു പോയിട്ടുണ്ടാകും. ചിലപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകും, കുറേയൊക്കെ മറന്നു പോയിട്ടുണ്ടാകും. കുറേ പേര് ഇപ്പോൾ ഏകദേശം, കാരണം 50 വയസ്സ് വരെയാണ് ഈ പരീക്ഷ എഴുതാൻ പറ്റും. അപ്പോൾ ഈ കാറ്റഗറിയിലുള്ളവരൊക്കെ ഉണ്ടാവും അല്ലേ. ഒക്കെ 40 വയസ്സുള്ളവരുണ്ടാവും, 50 വയസ്സുള്ളവരുടെ അടുത്ത് 50
വയസ്സിൽ താഴെയുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോ കാറ്റഗറി, അപ്പോൾ നിങ്ങളുടെ ഓർമ്മശക്തി എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ എല്ലാവർക്കും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം മുതൽ നമ്മൾ സമയം നിലവിൽ ഇന്നുള്ള സമയം കഴിഞ്ഞു പോയാൽ പിന്നെ ഇന്നില്ല അല്ലേ. അപ്പോൾ ആ ഒരു ദിവസം നമുക്ക് കുറയാണ്. കൃത്യമായിട്ട് ഓരോ ദിവസവും പഠിച്ചു പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ചുവടെ കാണുന്ന നമ്പറിൽ വിളിക്കുക, അഡ്മിഷൻ എടുക്കുക, കൃത്യമായിട്ട് പഠിച്ചു പോവുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്ലാസ് ഇപ്പോൾ എടുത്ത ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചുവടെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക്